അർജുൻ, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ എന്ന് തന്നെയാണ് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി താൽക്കാലിക ചുമതലയുള്ള ചെയർമാൻ പ്രേംകുമാർ പറയുന്നത്. ഷാജി എൻ കരുണും മറുചൊരു അഭിപ്രായമില്ല. ഏത് രീതിയിലാണ് നയരൂപീകരണ ചർച്ച പുരോഗമിക്കുന്നത്? വിനീത, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടായ വെളിപ്പെടുത്തലുകളും പരാതികളും ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ സിനിമാ നയരൂപീകരണ സമിതിയുടെ ആദ്യ യോഗം ചേരുന്നത്. ഈ സിനിമാ മേഖലയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായി സംസാരിച്ച് കൂടിക്കാഴ്ച നടത്തി ഒരു നയം രൂപീകരിക്കുക എന്നുള്ളതാണ് ഈ സമിതിയുടെ ലക്ഷ്യം. ഈ സമിതിയുടെ ആദ്യ യോഗമാണ് ഇപ്പോൾ കൊച്ചിയിൽ ചേരുന്നത്. ഇന്ന് നിർമ്മാതാക്കളുമായും വിതരണക്കാരുമായാണ് ഈ സമിതി സംസാരിക്കുന്നത്. സമിതിക്ക് വേണ്ടി സമിതിയുടെ ചെയർമാനായ ഷാജി എൻ കരുൺ, ഒപ്പം തന്നെ കൺവീനറായ മിനി ആന്റണി എന്നിവരാണ് പങ്കെടുക്കുന്നത്. ഈ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ വിവിധ സംഘടനകളുമായി വരും ദിവസങ്ങളിൽ ചർച്ച നടത്തുമെന്നാണ് ഈ സമിതി അംഗങ്ങൾ പറയുന്നത്. അതായത് അമ്മ, AMMA, അതോടൊപ്പം തന്നെ FEFCA അടക്കമുള്ള സംഘടനകളുമായി ചർച്ച നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം മാക്ട ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് B ഉണ്ണികൃഷ്ണനെ ഇത്തരത്തിൽ നേരത്തെ നടപടി നേരിട്ട B ഉണ്ണികൃഷ്ണനെ മാറ്റണം എന്നതാണ് മാക്ടയുടെ പ്രധാനപ്പെട്ട ആവശ്യം. മാക്ടയുമായി ചർച്ച നടത്തണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഒരു സമഗ്രമായ ഒരു നയം രൂപീകരിക്കുക എന്നുള്ളതാണ് ഈ സമിതിയുടെ ലക്ഷ്യമെന്ന് ഈ സമിതി അംഗങ്ങൾ തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ ആരോപണ വിധേയനായ മുകേഷ് ഈ സമിതിയിൽ ഉണ്ടാവുകയും അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും മുകേഷിനെ ഒഴിവാക്കുകയും ചെയ്ത ശേഷമാണ് ഇപ്പോൾ ആദ്യ യോഗം ചേരുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. സിനിമാ മേഖലയിലുള്ള നിരവധി പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു വിശദമായ ഒരു മാനിഫെസ്റ്റോ തന്നെയായിരിക്കും തയ്യാറാക്കുക എന്നുള്ളതാണ് അംഗങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ പ്രേംകുമാർ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇതിൽ കോൺക്ലേവ് സംബന്ധിച്ച് ഷാജി എൻ കരുൺ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നവംബർ, ഡിസംബർ മാസങ്ങളിൽ കോൺക്ലേവ് നടത്താൻ കഴിയില്ല. അപ്പോൾ ഈ IFFKയുടെയും മറ്റു തിരക്കുകളായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. സ്വാഭാവികമായും നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ജനുവരി മാസമായിരിക്കും കോൺക്ലേവ് നടക്കുക എന്ന സൂചനയാണ് ഷാജി എൻ കരുണും നൽകുന്നത്. വിനീത. ശരി, അർജുൻ മട്ടന്നൂരാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സംഘടനകളുമായും, സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളുമായും ചർച്ച നടത്തിയ ശേഷം സമഗ്രമായ ഒരു നയരൂപീകരണത്തിനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം FEFCA അവരുടെ തൊഴിലാളി യൂണിയനുകളുമായി, വിവിധ തൊഴിലാളി യൂണിയനുകളുമായി ചർച്ച നടത്തുകയും ഇതിന് സമർപ്പിക്കേണ്ട നിർദ്ദേശങ്ങൾ സംബന്ധിച്ചൊരു ധാരണയിലെത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആദ്യ യോഗം ഇപ്പോൾ കൊച്ചിയിൽ തുടരുകയാണ്. സമിതി അധ്യക്ഷൻ ഷാജി എൻ കരുൺ, ചലച്ചിത്ര അക്കാദമി താൽക്കാലിക ചെയർമാൻ പ്രേംകുമാർ എന്നിവരാണ് നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും ഒക്കെ സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നത്. എല്ലാ സ്വരങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു സമഗ്രമായ മാനിഫെസ്റ്റോ ആയിരിക്കും രൂപീകരിക്കുക എന്നാണ് ഏതായാലും ഇതിലെ അംഗങ്ങൾ പറയുന്നത്. അർജുൻ മട്ടന്നൂർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയിരുന്നു. നമുക്ക്